Mereena, Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലെഫ്റ്റ് ഓവർ റെസിപ്പിയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് 4 മണി പലഹാരമായിട്ട് എടുത്താലോ, അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഇഡ്ഡലി മസാല ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ മസാല ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് വേണം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി വേണം. പിന്നെ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇഡ്ഡലി മസാല റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാൻ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇഡ്ഡലി ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇഡ്ഡലി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കോരി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതേ പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുകെല്ലാം കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് വലിയ കറിവേപ്പില ആയ കാരണം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള വാടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ട് സവോളയായിട്ട് നല്ല മിക്സായിട്ട് വരണം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് സവോളയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് സവോളയായിട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മുതിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടൊന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അല്പം നേരം കൂടി ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ ആ വെള്ളമൊക്കെ സവോള നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതൊന്ന് പൊടിഞ്ഞു പോവില്ല. അതുകൊണ്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇഡ്ഡലിയുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരല്പം മല്ലിയിലയും കൂടെ നമുക്ക് മുകളിലൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അതുകൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അത് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇഡ്ഡലി ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്ത് വന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.